എക്സ്പോർട്ട് ഹൗസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കുറേ കൊല്ലത്തെ എക്സ്പീരിയൻസ്, അതായത് എക്സ്പോർട്ടിംഗ് ഫീൽഡിൽ കുറേ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെക്കാം. ഒരു 3-4-5 വർഷത്തെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അവരൊരു പ്രിസ്ക്രൈബ്ഡ് ക്രൈറ്റീരിയ ഉണ്ടാക്കും. ഒരു ക്രൈറ്റീരിയ വയ്ക്കും ഗവൺമെൻറ് ഈ എക്സ്പോർട്ടേഴ്സിന്. അങ്ങനെ ഗവൺമെൻറ് ക്രൈറ്റീരിയ. അപ്പോൾ ഈ കുറേ കൊല്ലത്തെ എക്സ്പീരിയൻസ്, അതുപോലെ നന്നായി പ്രോഫിറ്റ് ചെയ്യുന്നവരെ നമുക്ക് എക്സ്പോർട്ട് ഹൗസായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് ഓരോ ഗ്രേഡ് കാറ്റഗറിയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതിനെ പറയണതാണ് എക്സ്പോർട്ട് ഹൗസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഓരോ അവർക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് കുറേ ഫെസിലിറ്റീസും അതുപോലെ കുറേ ഇൻസെൻറ്റീവ്സും. ആൻഡ് എക്സ്പോർട്ട് എ രജിസ്റ്റേർഡ് എക്സ്പോർട്ട് ഹു ഫുൾഫിൽ പ്രിസ്ക്രൈബ്ഡ് ക്രൈറ്റീരിയ. It entails certain facilities and incentive. Established exporters are recognized as different grades ആയിട്ട് നമ്മൾ പറഞ്ഞു, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് certain ഫെസിലിറ്റീസും അതുപോലെ ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആൻ എക്സ്പോർട്ടർ കാറ്റഗറൈസ് ഓൺ ബേസിസ് ഓഫ് ടോട്ടൽ എക്സ്പോർട്ട് ഡ്യൂറിങ് കറൻറ്റ് ഇയർ പ്ലസ് പ്രീവിയസ് 3 years. 3 കൊല്ലത്തിന് എന്നെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ഈ കാറ്റഗറീസിൽ വരുള്ളൂ, എക്സ്പോർട്ട് ഹൗസിൽ വരുള്ളൂ. അപ്പോൾ എക്സ്പോർട്ട് ഹൗസ് എന്താണെന്ന് മനസ്സിലായില്ല. നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ അസിസ്റ്റൻസ്. പ്രൊഡക്ഷൻ കാര്യത്തിന് എത്രത്തോളം സഹായിക്കുക, എത്രത്തോളം ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. ഡ്യൂട്ടി ഫ്രീ എൻവയോൺമെൻറ്റ് ഫോർ പ്രൊഡക്ഷൻ. ഇപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നല്ല മെറ്റീരിയൽസോ റോ മെറ്റീരിയൽസോ ഇൻപുട്ടോ മെഷീനറിയൊക്കെ, അതായത് ഡ്യൂട്ടി ഫ്രീ എൻവയോൺമെൻറ്റ് ഇതാക്കുക. പിന്നെ റോ മെറ്റീരിയൽസ് റീസണബിൾ പ്രൈസിൽ, കസ്റ്റമേഴ്സിന് റീസണബിൾ പ്രൈസിൽ പ്രൊഡക്ട്സ് കൊടുക്കുക. പിന്നെ അതേപോലെ ഫെസിലിറ്റേറ്റ് ചെയ്യാം ടു സെറ്റപ്പ്, മോഡർണൈസ് ആൻഡ് എക്സ്പാൻഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഫോർ എക്സ്പോർട്ടേഴ്സ് കമ്പനികളിലെ കാര്യങ്ങളൊന്നെങ്കിൽ അവരുടെ കമ്പനീസ് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒന്നും കൂടി മോഡർണൈസ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, പവർ സപ്ലൈ ആവാം, അല്ലെങ്കിൽ റോഡ് ആവാം, അങ്ങനത്തെ പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എക്സ്പോർട്ട് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം. എലിജിബിൾ ഫോർ സെവറൽ ഇൻസെൻറ്റീവ്സ്. ഈ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ എക്സ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന പല ഇൻഡസ്ട്രീസ് കാര്യങ്ങൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്നാണ്. അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സബ്സിഡിയറി കാര്യങ്ങൾസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽ ഫോർ എക്സ്പോർട്ട് പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ടിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സ്, നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആവാം, ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെഷീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പ്രൊഡക്ഷൻ അസിസ്റ്റൻസ്, ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് ഉള്ളത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്. പ്രൊഡക്ഷനുള്ളത് കഴിഞ്ഞു. ഇനി മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. അതായത് ഇപ്പോൾ ഒരു അതിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രേഡ് ഡെലിഗേഷൻസ്, അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മോഡേണൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ചസൊക്കെ അബ്രോഡിൽ തുടങ്ങുക. അതേപോലെ തന്നെ ട്രേഡ് ഫെയർ എക്സിബിഷൻസ്, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഇതൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ എക്സിബിഷൻസ് കാര്യങ്ങൾ, നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റിയുള്ള എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. അവരെ അസിസ്റ്റ് ചെയ്യുക. പിന്നെ മാർക്ക് ആക്സസ് ഇനീഷ്യേറ്റീവ്, അതായത് പ്രൊമോഷൻസ് കാര്യങ്ങൾ ഫോർ അണ്ടർടേക്കിംഗ് പ്രൊമോഷൻ അബ്രോഡിലെ പ്രൊമോഷൻ കാര്യങ്ങളിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇനീഷ്യേറ്റീവ് എടുക്കുക. ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് മാർക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അണ്ടർടേക്ക് അപ്രൂവ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് ഫോറിൻ എക്സ്ചേഞ്ച് ഒരു ഇതാണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ്, അതായത് അപ്പോൾ പൈസ വേണം എക്സ്പോർട്ട് ചെയ്യാൻ സമയത്ത്, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആക്കി കൊടുക്കണം. അതേപോലെ ബ്രാൻഡ് ഇന്ത്യൻ ഇമേജ് അബ്രോഡിലൊക്കെ നമ്മുടെ ഇന്ത്യൻ്റെ ബ്രാൻഡ് ഇമേജസൊക്കെ
ഡെവലപ്പ് ചെയ്യുക, അതായത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്പോർട്ട് ടു അക്വയർ ഗ്ലോബൽ മാർക്കറ്റ്സ്, അതാണ് ബ്രാൻഡ് അക്വിസിഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്നാ മാർക്കറ്റിംഗ് അസിസ്റ്റൻസിൽ ഉള്ളത്. ഓർഗനൈസേഷൻ എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഓഫ് ട്രേഡ്. അത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താ ചെയ്തേക്കണേ, കുറേ സ്പോൺസർഷിപ്പ് ഈ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് കുറേ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പോർട്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബോർഡ് ഓഫ് ട്രേഡ്, എക്സ്പോർട്ട് പ്രൊമോഷൻ ബോർഡ്, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, കമോഡിറ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ, കമോഡിറ്റി ബോർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ കേൾക്കാം, റബ്ബർ ബോർഡ്, കൊയർ, കാഷ്യൂനട്ട്, ഇതൊക്കെ വേണമെങ്കിൽ അതിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കാം. അത് പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ്, നമ്മൾ ഈ ക്വാളിറ്റി കൺട്രോളർ അല്ലേ, നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ക്വാളിറ്റി അത് അനലൈസ് ചെയ്യാനാണ് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്. പിന്നെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, അതായത് ഇപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് വരും, ആ ഹ്യൂജ് എമൗണ്ട് അവർ കൊടുക്കാമോ എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കുക. അതുപോലെ ഇൻഷുറൻസ്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റിസ്ക് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, പിന്നെ എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ RBI പ്രൊവൈഡ് ചെയ്ത എക്സ്പോർട്ടേഴ്സിന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്നാണ് അതിന് പറയുക. 1982 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അവർക്ക് വേണ്ടിയുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, അങ്ങനത്തെ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. സ്പെഷ്യൽ എക്കണോമിക് സോൺ ആൻഡ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിഴിഞ്ഞൻ ടെർമിനൽ അങ്ങനെ ഒരു സ്പെസിഫിക് സോണൊക്കെ ഉണ്ടല്ലോ എക്സ്പോർട്ട് ചെയ്യാനുള്ള, ആ സോണിൽ അതൊരു സ്പെസിഫിക് സോണായിട്ട് ഡിക്ലെയർ ചെയ്യും. അത് എന്താ പറയുക, അവർക്ക് എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത് ഓർഗനൈസേഷൻ എക്സ്പോർട്ട് പ്രൊമോഷന് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങൾ. നമ്മൾ കുറേ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാലും പോലും നമ്മുടെ എക്സ്പോർട്ട് ഇന്ത്യയിൽ വളരെയധികം കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നാഡ്യൂക്കേറ്റുള്ള ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതുപോലെ ഇൻസെൻറ്റീവ്സിൻ്റെയൊക്കെ എന്താണ് ഇന്നാഡ്യൂക്കേറ്റ്, അത് കുറവ് ഉള്ളതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ വെൻ വി കമ്പയർ ടു അതർ കൺട്രീസ് വളരെയധികം മോശമാണ്. ലോ ക്വാളിറ്റി ഓഫ് എക്സ്പോർട്ടബിൾ ഗുഡ്സ്, അതായത് ലോ ക്വാളിറ്റി നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് ലോ ക്വാളിറ്റി ഓഫ് എക്സ്പോർട്ടബിൾ ഗുഡ്സ്, നമ്മൾ വെൻ വി കമ്പയർ ടു ഫോറിൻ കൺട്രീസ് നമ്മുടെ ഗുഡ്സ് എന്ന് പറഞ്ഞത് കുറച്ച് ക്വാളിറ്റി കുറവാണ് എന്നാണ് പറയണത്. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്സ്പോർട്ടബിൾ ഗുഡ്സ്, ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ്, ഹൈ മെഷീനറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും എക്സ്പോർട്ടഡ് ഗുഡ്സ്, അത് ഫേസ് ചെയ്യാൻ നമുക്ക് കൊണ്ട് സാധിക്കില്ല. ലാക്ക് ഓഫ് എഫക്റ്റീവ് പ്രൊമോഷൻ, അതായത് പ്രൊമോഷൻസ്, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ഹൈ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. ടൈം ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ഡിലേസ് ഇൻ എക്സ്പോർട്ട്സ്, അതായത് ടൈം, ഇപ്പോൾ ഒരു എക്സ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞത് എന്താണ് കുറേ കാലത്തെ ഒരു പണിയാണ്. അതായത് പെട്ടെന്നൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ, ഒരു ഗുഡ് എക്സ്പോർട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ അവിടെ എന്താണ് ടൈം ആവശ്യമുണ്ട്, അപ്പോൾ ഇത് ഡിലേ ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യാൻ. ട്രഡീഷണൽ ടെക്നോളജി തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലേ. നമുക്ക് പുതിയ മെഷീൻസ് കാര്യങ്ങൾ ഇറക്കണം എന്നുണ്ടാവും, പക്ഷെ അതിനുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട് കാര്യങ്ങളൊന്നുമില്ല. സോ അവിടെ എന്താണ് ട്രഡീഷണൽ ടെക്നോളജിയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടണ അനുസരിച്ച് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. സോ അങ്ങനത്തെ അത് കൂടില്ല. പിന്നെ ഹൈ കോമ്പറ്റീഷൻസ് ആണ്. ഫോറിൻ കമ്മോഡിറ്റീസ് ഇന്ത്യൻ കമ്മോഡിറ്റീസ് വെച്ചിട്ട് വളരെയധികം കോമ്പറ്റീഷൻ അല്ലേ ഫോറിൻ പ്രൊഡക്ട്സിനോടാണ് കൂടുതൽ. ഇപ്പോൾ ഹൈ കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട് ടാരിഫ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ്. അതുപോലെ ട്രേഡ് പോളിസിയും ടാരിഫും വെൻ വി കമ്പയർ ടു അതർ കൺട്രീസ് ആകുമ്പോൾ എന്താണ് വളരെയധികം ഡിഫറൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പോർട്സ് സ്ലോ ഗ്രോത്ത് ആവാൻ കാരണം ഇന്ത്യയിൽ. ഇതൊക്കെയാണ് റീസൺസ്.